ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സിയോൻ ബൈബിൾ ക്വിസിന്റെ ഓൺലൈൻ ബൈബിൾ ക്വിസ് ദൈവത്തിന്റെ കൃപയാൽ ഏപ്രിൽ 30 ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആരംഭിക്കുവാനും മെയ് 5 വരെ അതിൻ്റെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള അവസരവും എല്ലാ പ്രിയപ്പെട്ടവർക്കും തന്നിരുന്നു. പല പ്രിയപ്പെട്ടവരും വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആദ്യത്തെ ബൈബിൾ ക്വിസിൽ 10 ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പലർക്കും തെറ്റിപ്പോയ ഒരു ചോദ്യവും ഉത്തരവുമായിരുന്നു 9ാമത്തെ ചോദ്യം. എന്നിരുന്നാലും ദൈവവചനം പഠിക്കുവാനുള്ള നിങ്ങളുടെ ഉത്സാഹവും ആഗ്രഹവും മുൻപോട്ടുള്ള എല്ലാ മാസവും ബൈബിൾ ക്വിസ് നടത്തുവാൻ ഞങ്ങൾക്ക് പ്രചോദനമായി. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് നടക്കുന്ന ബൈബിൾ ക്വിസിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും പങ്കെടുപ്പിക്കുവാൻ ശ്രമിക്കുക. ഏപ്രിൽ മാസത്തെ ബൈബിൾ ക്വിസിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നടന്ന വ്യക്തി ആരാണ്? പല പ്രിയപ്പെട്ടവരും ഉത്തരം മോശെ എന്ന് എഴുതുകയുണ്ടായി. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് മോശ തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നടന്നു എന്ന് കാണുവാൻ കഴിയുന്നുള്ളൂ. അവിടെ 40 രാവും 40 പകലും എന്ന് കാണുവാൻ സാധിക്കുന്നില്ല. ഇതിന് ശരിയായ ഉത്തരം ഏലിയാവാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു, ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കർത്താവായ യഹോവേ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തി ആരാണ്? അതിൻ്റെ ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28-ാമത്തെ വാക്യം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഫിലിപ്പിയിൽ നിന്നും യാത്ര തിരിച്ച പൗലോസും സഹയാത്രക്കാരും എത്ര ദിവസം കൊണ്ടാണ് ത്രോവാസിൽ എത്തിയത്? ഉത്തരം 5 ദിവസം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: കനാൻ ഭാഷ സംസാരിച്ച് യഹോവയോട് സത്യം ചെയ്ത ദേശങ്ങളിൽ ഒന്നിൻ്റെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പേര് എന്താണ്? ഉത്തരം ഈർഹഹേരസ്. യെശയ്യാ പ്രവചനം 19-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: പൗലോസിനെ ഫെലിക്സിന്റെ അടുക്കൽ എത്തിക്കുവാൻ എത്ര കാലാളുകളെയും കുതിരച്ചേവകരെയും കുന്തക്കാരെയുമാണ് സഹസ്രാധിപൻ നിയോഗിച്ചത്? ഉത്തരം 200 കാലാൾ, 70 കുതിരച്ചേവകർ, 200 കുന്തക്കാർ. പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ 4 സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന സംഭവം ഏതാണ്? ഉത്തരം 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഒരുപോലെ ആരംഭിക്കുന്ന 2 പ്രവചന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഹഗ്ഗായി പ്രവചനവും സെഖര്യാ പ്രവചനവും. രണ്ടിൻ്റെയും ആരംഭം ദാരിയാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് എന്നതാണ്. ഹഗ്ഗായി 1:1, സെഖര്യാവ് 1:1. 8ാമത്തെ ചോദ്യം ഇതായിരുന്നു: എനിക്ക് നിന്നോടൊന്ന് പറവാനുണ്ട്. ഇത് ആരോടാണ് പറഞ്ഞത്? ഉത്തരം വരുന്നത് യേശു ശീമോനോടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 40-ാം വാക്യം. നമ്മുടെ 9ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു പ്രവാചക ശിഷ്യൻ ചെയ്ത തെറ്റ് പ്രവാചകന് അത്ഭുതം ചെയ്യുവാൻ കാരണമായി. പ്രവാചകൻ ആരാണ്? ശിഷ്യൻ ആരാണ്? പല പ്രിയപ്പെട്ടവരും എലീശ, ഗേഹസി എന്ന് എഴുതുകയുണ്ടായി. അതിന് പല പ്രിയപ്പെട്ടവരും തന്ന റെഫറൻസ് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഗേഹസി തെറ്റ് ചെയ്തതായിട്ടൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. ഇനി നിങ്ങൾ അയച്ച ഉത്തരം ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ എക്സ്പ്ലെയിൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവും തീർച്ചയായിട്ടും ശരിയെന്ന് തോന്നുന്നെങ്കിൽ പരിഗണിക്കുന്നതായിരിക്കും. ദൈവവചനത്തിൽ ആരും പൂർണ്ണരല്ല. നമുക്ക് പരസ്പരം ദൈവവചനം പഠിക്കാനുള്ള ഒരു ഉപാധിയായി ഈ ബൈബിൾ ക്വിസിനെ കാണുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് പ്രവാചകൻ യേശുവാണ്, ശിഷ്യൻ പത്രോസാണ്. സംഭവം ഇതാണ്: യേശുവിനെ പിടിപ്പാൻ വന്ന പടയാളികളിൽ മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ കാത്
പത്രോസ് വാൾ ഉരുവെട്ടി. യേശു അതിനെ പെട്ടെന്ന് തന്നെ സൗഖ്യമാക്കി. ലൂക്കോസ് 22:50-51, യോഹന്നാൻ 18:10, മത്തായി 26:50, മർക്കോസ് 14:47. നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവദൂതനെ ബഹുമാനിപ്പാൻ അവന്റെ പേർ ചോദിച്ച വ്യക്തി ആരാണ്? ഉത്തരം മനോഹ. ന്യായാധിപന്മാർ പുസ്തകം 13-17-18 വാക്യങ്ങൾ. തുടർന്ന് നടക്കുന്ന ബൈബിൾ ക്വിസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മെയ് മാസം മുതൽ 15 ചോദ്യങ്ങളാണ് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ബൈബിൾ ക്വിസ് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഉത്തരങ്ങളുടെ സ്ക്രീൻ റെക്കോർഡർ അവസാനം ഉണ്ടായിരിക്കും. ദൈവം അനുവദിച്ചാൽ വിജയിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ലൈവായിട്ട് തന്നെ ആയിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ പിന്നാലെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്ന ചോദ്യങ്ങൾ സിയോൻ സഞ്ചാരി എന്ന ആത്മീയ ഗ്രൂപ്പിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഞങ്ങളുടെ തന്നെ ഒരു ആത്മീയ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനുള്ള അവസരമുണ്ടായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മെയ് മാസത്തെ ബൈബിൾ ക്വിസിൻ്റെ ഡേറ്റും കാര്യങ്ങളുമൊക്കെ പിന്നാലെ അറിയിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.